പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എനി ടൈം ന്യൂസ് പ്രക്ഷേപണം ചെയ്യുന്ന പൂരവിശേഷങ്ങൾ എന്ന പ്രത്യേക പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ എനി ടൈം ന്യൂസ് ചെയർമാൻ ഋഷി പൽപു പ്രകാശന കർമ്മം നിർവഹിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ, ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി വിഭാഗം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, എങ്കക്കാട് വിഭാഗം പ്രസിഡന്റ് TP ഗിരീഷ് കുമാർ, കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റ് AK സതീഷ് കുമാർ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, എനി ടൈം ന്യൂസ് ചീഫ് എഡിറ്റർ രാജശേഖരൻ കടമ്പാട്ട്, പൽപു ഫൗണ്ടേഷൻ മാനേജർ MM ശാന്തിനി എന്നിവർ പങ്കെടുത്തു. ന്യൂസിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്രാവശ്യത്തെ ഉത്രാളിക്കാവിന്റെ പൂരവുമായി ബന്ധപ്പെട്ട് ഈ അമ്പലത്തിന്റെ ചില സവിശേഷതകൾ, ഈ പൂരമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ആചാരങ്ങൾ, ജനങ്ങൾ പൂരത്തിന് വരുന്നുണ്ട്, ആനേനെ കാണുന്നു, മേളം ആസ്വദിക്കുന്നു, പോകുന്നു. അത് മറിച്ച് പൂരത്തിൻ്റെ തനതായ ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം എനി ടൈം ന്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഉത്രാളിക്കാവിനെക്കുറിച്ച്, അതിൻ്റെ പെരുമയെക്കുറിച്ചും അതിൻ്റെ വർഷങ്ങളായി അതിൻ്റെ ആചാരങ്ങളെക്കുറിച്ചുമൊക്കെ ജനങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതിന് നേതൃത്വം കൊടുക്കുന്ന രാജേട്ടന് എല്ലാവിധ ആശംസകളും. ഇത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഉത്രാളിക്കാവ് പൂരം ഈ വർഷം ഫെബ്രുവരി 25-ാം തീയതിയാണ്. വടക്കാഞ്ചേരി വേഷം അതിൽ മുഖ്യ പങ്കാളിയാണ്. ഞങ്ങൾക്കുള്ള പ്രത്യേകത, പഴയകാലത്ത് നാട്ടുരാജാക്കന്മാർ പോലീസ് അകമ്പടിയായിട്ടാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് പൂരം കാണാൻ വരുന്നത്. ഈ വർഷവും അതിനുശേഷം രാജഭരണം നിർത്തിയതിന് ശേഷം വടക്കാഞ്ചേരിയുടെ തിടമ്പേറ്റിയ ആന 2 ആംഡ് പോലീസ്, അതായത് തോക്കേന്തിയ പോലീസുകാരും വിട്ടാണ് ഉത്രാളിക്കാവിലേക്ക് വരിക. അതുപോലെ രാത്രിയും അത് വന്ന് തിരിച്ചു പോകാറുണ്ട്. അതൊരു വലിയ ചടങ്ങായിട്ടാണ് നടക്കുന്നത്. ഇതാണ് വടക്കാഞ്ചേരി ദേശത്തിൻ്റെ പ്രത്യേകത. എങ്കക്കാട് ദേശത്തിൻ്റെ തട്ടകദേശം ആണ് എങ്കക്കാട് ദേശം. ഭഗവതി കുടികൊള്ളുന്നൊരു ദേശത്താണ്. അതിൻ്റേതായിട്ടുള്ള ചില സവിശേഷതകൾ ദേശത്തിനുണ്ട്. പല ചടങ്ങുകളും എങ്കക്കാട് ദേശമാണ് ചെയ്യുന്നത്. അതിന് നാളെ പറവറപ്പെടുന്ന ദിവസമാണ്. പറവറപ്പാടിന് മുമ്പായിട്ട് കാലത്ത് തന്നെ കൊടിക്കൂറ ഉയർത്തുന്നൊരു ചടങ്ങ് എങ്കക്കാട് ദേശത്തിൻ്റേതായിട്ടുണ്ട്. അതുപോലെ പൂരം സമാപനം നടക്കുന്നത് പൊങ്ങലടിയോട് കൂടിയിട്ടാണ്. അതും എങ്കക്കാട് ദേശത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സവിശേഷമായിട്ടുള്ളൊരു ചടങ്ങാണ്. അപ്പോൾ അത്തരത്തിൽ എങ്കക്കാട് ദേശത്തിൻ്റെ ഭാഗത്തുനിന്ന് പൂരത്തിൻ്റെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ ചടങ്ങുകളിലും അതീവ ശ്രദ്ധയോട് കൂടിയിട്ട് നടത്തപ്പെടുന്ന ഒരു പൂരമാണ്. ഈ എനി ടൈം ന്യൂസിൻ്റെ ഈ പുതിയ ഒരു പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്യേണ്ടായി. അതിന് എല്ലാവിധ ആശംസകളും എങ്കക്കാട് ദേശത്തിലൂടെ. മധ്യ കേരളത്തിലെ സുപ്രസിദ്ധ ഉത്സവങ്ങളിൽ ഒന്നായ ഉത്രാളിക്കാവ് പൂരം 2025-ാം ആണ്ടിൽ ഫെബ്രുവരി 25-ാം തീയതി ആഘോഷിക്കപ്പെടുകയാണ്. വസന്തകാലങ്ങളിൽ ടൂറിസ്റ്റുകൾ കണ്ടിരിക്കേണ്ട 7 ഉത്സവങ്ങളിൽ ഒന്നായിട്ടാണ് ഉത്രാളിക്കാവ് പൂരത്തെ ടൂറിസം മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വഴിയാണ് ഉത്രാളിക്കാവ് പൂരത്തിന് ധനസഹായം ടൂറിസം വകുപ്പിൽ നിന്ന് നൽകി വരുന്നത്. ഈ ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിൻ്റെ ഭംഗി കൊണ്ടും ഉത്രാളിക്കാവിൽ ഉൾപ്പെടുന്ന, പൂരത്തിൽ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന കലാരൂപങ്ങളുടെയും കലാകാരന്മാരുടെയും വെടിക്കെട്ടിൻ്റെയും ആനയുടെയും വ്യത്യസ്തമായ കാഴ്ചയുടെ ഭംഗി കൊണ്ടാണ് ഉത്രാളിക്കാവ് പൂരം ഇത്രയേറെ പെരുമയിൽ എത്തി നിൽക്കുന്നത്. അതിൽ 3 ദേശങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു പോരുകയാണ്. ഇപ്രാവശ്യത്തെ ഉത്രാളിക്കാവ് പൂരവുമായി ബന്ധപ്പെട്ട് എനി ടൈം ന്യൂസ് ചെയ്യുന്ന നൂതനമായ എല്ലാ ആവിഷ്കാരങ്ങൾക്കും അതിൻ്റെ പരസ്യങ്ങളും പൂരത്തെ ജനമധ്യത്തിൽ എത്തിക്കുന്ന കർത്തവ്യത്തിൽ മുന്നോട്ട് ഇറങ്ങുന്ന എനി ടൈം ന്യൂസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഉത്രാളിക്കാവ് പൂരം വളരെ പ്രശസ്തമായ പൂരം തന്നെയാണ്. അതിന് കുറേയും കൂടി പ്രചരണം നൽകാനും എനി ടൈം ഇപ്രാവശ്യം വളരെയധികം തയ്യാറെടുപ്പ് നടത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം പൂരത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം പ്രത്യേകതയുള്ളതാണ് ഉത്രാളിക്കാവ്. നേരത്തെ സൂചിപ്പിച്ച മാതിരി പൂരം കാണാൻ മഹാരാജാവ് എഴുന്നള്ളിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രതീകമായിട്ട് ഇപ്പോഴും ആനയുടെ മുന്നിൽ പോലീസൊക്കെ
തോക്കേന്ത്യ പോലീസൊക്കെ ആയിട്ടാണ് ഇവിടേക്ക് വരാറ്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എനി ടൈം വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. എനി ടൈമിൻ്റെ രാപ്പകലില്ലാത്ത പ്രയത്നങ്ങളാണ് ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഇപ്പം എനി ടൈം കവർ ചെയ്യുന്നുണ്ട്. രാജശേഖരനും ടീമും ഈ ഉത്രാളിക്കാവ് പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.